ജീവിതത്തിൽ സംഭവിക്കുന്ന വിവിധങ്ങളായ അനുഭവങ്ങളെ നമുക്ക് 4 തരത്തിൽ നേരിടാം. സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാം. പരിതസ്ഥിതി ശരിയാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് വിശ്വസിച്ച് അതിനു വേണ്ടി ശ്രമിക്കാം. വരുന്ന സാഹചര്യങ്ങളെ ശപിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. മനസ്ഥിതി മാറ്റുക. ഇതിൽ ഒന്നാമത്തെ മാർഗമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ പ്രശ്നം ഇരട്ടിയായി അനുഭവിക്കേണ്ടി വരികയും ചെയ്തേക്കാം. ഒരാളുടെ ഒരു ബന്ധു പട്ടാളത്തിൽ നിന്നും പെൻഷനായ ഒരാളാണ്. അദ്ദേഹമാണെങ്കിൽ സംസാരം തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. ഒരു ദിവസം ഈ ബന്ധു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവരുടെ കയ്യിൽ പെട്ടാൽ പിന്നെ പോകുന്നത് വരെ കഥ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം എത്തുന്നതിനു മുൻപ് തന്നെ പിറകിലെ വഴിയിൽ കൂടി രക്ഷപ്പെടാമെന്ന് കരുതി പെട്ടെന്നൊരുങ്ങി പിറകിലെ വഴിയിലൂടെ ഇറങ്ങി നടന്നു. എന്നാൽ അന്ന് ആ ബന്ധു വന്നത് തന്നെ ആ വഴിയായിരുന്നു. അപ്പോൾ തന്നെ കഥ തുടങ്ങി. വീട്ടിലായിരുന്നു എങ്കിൽ എവിടെയെങ്കിലും ഇരുന്നും എന്തെങ്കിലും കഴിച്ചും കൊണ്ട് കഥ കേട്ടാൽ മതിയായിരുന്നു. ഇത് ആ വഴിയിൽ നിന്ന് കാല് വേദനിച്ചുകൊണ്ട് തന്നെ കഥ കേൾക്കേണ്ടി വന്നു. രണ്ടാമത്തെ മാർഗമായ പരിതസ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നതിൽ നിന്നും പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവും എപ്പോഴും പല പല പ്രശ്നങ്ങളുടെ പേരിൽ അടികൂടും. അവസാനം ഒന്നിച്ചു പോകാൻ കഴിയാതെ വിവാഹമോചനം നടത്തി. രണ്ടുപേരും വേറെ വിവാഹവും കഴിച്ചു. കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആളുകൾ മാറി എന്നേയുള്ളൂ. രണ്ട് വീട്ടിലും സ്ഥിരം അടിയും വഴക്കും തന്നെ. കാരണം എന്താണ്? പരിതസ്ഥിതിയെ മാറിയുള്ളൂ, രണ്ടുപേരുടെയും മനോഭാവം മാറിയില്ല. മൂന്നാമത്തെ മാർഗമായ സാഹചര്യങ്ങളെ ശപിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിൽ ഇതിലും വലിയ പ്രശ്നമാണ്. ഒരാൾക്ക് കലശലായ തലവേദന രാവിലെ മുതൽ വീട്ടിലെ ആരെയും സ്വൈര്യമായി നിൽക്കാൻ സമ്മതിക്കാതെ തലവേദനയെപ്പറ്റി പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തുകയാണ്. ഇത് കേട്ട് അവസാനം വീട്ടിലുള്ള എല്ലാവർക്കും തലവേദന തുടങ്ങി. സ്വന്തം തലവേദന മാറിയില്ലെന്ന് മാത്രമല്ല, വീട്ടിലുള്ളവരുടെ കൂടെ ശാന്തി നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ നാലാമത്തെ വഴിയായ മനസ്ഥിതി മാറ്റുക എന്നതാണ് പ്രശ്നങ്ങളെ നേരിടാനുള്ള യഥാർത്ഥമായ വഴി. ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മാറ്റുക എന്നത് തീർത്തും അസാധ്യമാണ്. അതിനാൽ സാഹചര്യങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ മനസ്ഥിതി ക്രമീകരിക്കുകയാണ് കൂടുതൽ അഭികാമ്യം. മഹാഭാരത യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കണ്ട അർജുനൻ അവരെയെല്ലാം വധിക്കാൻ ശ്രമിക്കുന്നത് പാപമാണെന്ന് ചിന്തിച്ച് യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാതെ തളർന്നിരിക്കുമ്പോൾ സുദർശന ചക്രം കൊണ്ട് ശത്രു സൈന്യത്തെ സെക്കൻഡുകൾ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയല്ല ചെയ്തത്. പകരം ധർമ്മം ഉപദേശിച്ച് അർജുനന്റെ മനസ്ഥിതിയെ മാറ്റിയെടുത്ത് യുദ്ധത്തിന് സന്നദ്ധനാക്കുകയാണ് ചെയ്തത്. ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞുകൊടുത്ത് സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. സീതാദേവിയുടെ സ്വയംവര മണ്ഡപത്തിലേക്ക് കടന്നു ചെന്ന ശ്രീരാമ ഭഗവാനെ കണ്ടപ്പോൾ മിഥിലയിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചത് ആ വില്ലെടുത്ത് കുലയ്ക്കാനുള്ള ശക്തി ശ്രീരാമന് കൊടുക്കണേ എന്നാണ്. സാഹചര്യങ്ങളെ മാറ്റാനല്ല, അവയെ നേരിടാനുള്ള ശക്തിയാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തു വന്ന കുട്ടി ഈശ്വര അമേരിക്കയുടെ തലസ്ഥാനം ചൈന ആക്കണേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. അമേരിക്കയുടെ തലസ്ഥാനം ചൈനയാവില്ല എന്നും തൻ്റെ ഉത്തരം തെറ്റി എന്നും മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ ഈ കഴിവ് വേറെ ആരും നമ്മൾക്ക് ഉണ്ടാക്കി തരില്ല. നമ്മൾ സ്വയം ഓരോ സാഹചര്യത്തിലും മനോഭാവം മാറ്റി ആ കഴിവ് സ്വയം ആർജിച്ചെടുക്കണം. പരിതസ്ഥിതികളെ പഴി പറഞ്ഞും കുറ്റപ്പെടുത്തിയും നിരാശപ്പെട്ട് സ്വന്തം ജീവിതം നഷ്ടമാക്കരുത്. മനോഭാവം ശരിയാക്കിയാൽ ഏത് സാഹചര്യത്തെയും ധൈര്യമായി നേരിടാൻ നമുക്ക് കഴിയും. സാഹചര്യങ്ങൾ മാറുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മിൽ തന്നെ വിശ്വാസം വളർത്തുകയാണ് വേണ്ടത്. നമുക്ക് നേരിടാനുള്ള ശക്തി വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിസ്സാരമായി മാറും.